Alhamdulillah. Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illa Allah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-din kullihi walau karihal mushrikun. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'd, fa inna astaqal hadith kitabullah wa khayra sunani sunan Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu umuri muhdathatin bid'ah wa kullu bid'atin dalalah wa kullu dalalatin finnar. Ya ayyuhan nas ittaqu rabbakum alladhi khalaqakum min nafsin wahidah wa khalaqa minha zawjaha wa bassa minhuma rijalan katsiran wa nisaa wattaqullaha alladhi tasaaluna bihi wal arham innallaha kana alaykum raqiba. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രതിഭാസങ്ങൾ, ഈ ഭൂമിയിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഭാസങ്ങളും വലിയ മഹത്തായ ദൃഷ്ടാന്തങ്ങളുമൊക്കെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ അള്ളാഹു സത്യം ചെയ്ത വസ്തുക്കളുടെ അതുപോലെ തന്നെ വസ്തുതകളുടെയൊക്കെ പ്രതിഭാസങ്ങളുടെയൊക്കെ ഗാംഭീര്യവും മഹത്വവും അള്ളാഹുവിൻ്റെ സത്യത്തിനാൽ പ്രഘോഷിതമാകുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അപ്പം അള്ളാഹു ഖുർആനിൽ എവിടെയൊക്കെ എന്തിനൊക്കെ പറ്റി പിടിച്ച് സത്യം ചെയ്യുന്നുണ്ടോ അവയൊക്കെ തന്നെയും മഹത്തായ പ്രാധാന്യം, മഹത്തായ ചിന്ത അർപ്പിക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബുറൂജിൽ ഇതുപോലെ ചില കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നത് കാണാൻ സാധിക്കും. വസ്സമാഇ ദാത്തിൽ ബുറൂജ്, നക്ഷത്രമണ്ഡലങ്ങളെ തന്നെ, നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശം തന്നെ സത്യം. വൽയൗമുൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം അത് തന്നെ സത്യം. വശാഹിദിൻ വ മശ്ഹൂദ്, സാക്ഷ്യം വഹിക്കുന്നതും സാക്ഷ്യം വഹിക്കപ്പെടുന്നതും തന്നെ സത്യം. ഖുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറഞ്ഞുകൊണ്ട് കിടങ്ങിലൂടെ വിശ്വാസികളെ ശിക്ഷിച്ച ചില ആളുകളുടെ കഥ, ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ വശാഹിദിൻ വ മശ്ഹൂദ്, സാക്ഷ്യം വഹിക്കുന്നതും സാക്ഷ്യം വഹിക്കപ്പെടുന്നതും തന്നെ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സാക്ഷ്യം എന്നുള്ളത് ചില തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് ഏവർക്കും അറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഫഖിഹ്ഹു ഫിദ്ദീൻ വഅല്ലിംഹു അത്തഅവീൽ. അല്ലാഹുവേ, ഇദ്ദേഹത്തിന് ഖുർആനിൻ്റെ അർത്ഥം, ഖുർആനിൻ്റെ വ്യാഖ്യാനം നീ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് നബി പ്രാർത്ഥിച്ച ഒരു മഹാനായ സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹ അഖദൽ മീസാക മിൻ ളുഹരി ആദം. ചില റിപ്പോർട്ടുകളിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതായിക്കൊണ്ട് ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്നതും കാണാം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയുടെ മുതുകിൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്ന അവസ്ഥയിൽ അള്ളാഹു നമ്മളോടൊരു കരാറ് ചെയ്തത്. ആ കരാറ് ആദമിൻ്റെ സന്തതികളെ എല്ലാവരെയും ആദമിൽ നിന്ന് പുറത്തേക്കെടുത്തു. വഅഖ്റജ മിൻ സുൽബിഹി കുല്ല ദുർരിയത്തിൻ ദറഅഹ ഫനസറഹും ബൈന യദൈഹി കദ്ദുർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വ്യക്തികളെയും മുമ്പിൽ നിർത്തി, നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിന്നു. സുമ്മ കല്ലമഹും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടെല്ലാവരോടും സംസാരിച്ചു. എന്ന് വെച്ചാൽ നമ്മളോടെല്ലാവരോടും സംസാരിച്ചു.
എന്താണ് അള്ളാഹു സംസാരിച്ചത്? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ? നിങ്ങളുടെ റബ്ബ്, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ പരിപാലിക്കുന്ന, നിങ്ങളെ ഉണ്ടാക്കിയ, ആരാധനകൾക്കെല്ലാം അർഹതപ്പെട്ട ദൈവം ഞാനല്ലേ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു ഷഹീദിന, അതെ ഞങ്ങളിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, നീയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു എന്നുള്ളതാണ്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നല്ലാഹ അഖദൽ മീസാഖ് മിൻ ദുഹരി ആദം ബിൻ ഒമാൻ, നൊമാനിൻ്റെ അന്നാണ്, അഥവാ യൗമു അറഫയുടെ ദിവസം, അറഫ ദിവസമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കരാറ്, ഈ സാക്ഷ്യം മനുഷ്യന്മാരിൽ നിന്നെല്ലാം എടുത്തത് എന്നുള്ള തഫ്സീർ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ദൈവാസ്തിത്വത്തിനും തൗഹീദിനുമുള്ള ഒരു ഉൾവിളി ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കുണ്ട്. കാരണം ആദ്യമേ നമ്മളത് പറഞ്ഞതാണ്. നമ്മളുടെ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ നമ്മൾ ആശയപരമായ രൂപത്തിൽ അല്ലെങ്കിൽ അഭൗതികമായ രൂപത്തിൽ നമ്മളെ ഒരു ഈ ഭൂമിയിലുള്ള വസ്തുക്കളുടെ രൂപത്തിലല്ലാതെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുമായി സംഭാഷണം നടത്തുകയും എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് നമ്മൾ കരാറെടുക്കുകയും ചെയ്തത് അത് നമ്മളുടെ ഉള്ളിലുണ്ട്. നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഉൾവിളി ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ, അത് ബഹുദൈവാരാധകനാണെങ്കിൽ പോലും അമുസ്ലിം ആണെങ്കിൽ പോലും അള്ളാഹു ഉണ്ട് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എൻ്റെ രക്ഷിതാവ് എന്നും കൃത്യമായ ഒരു ഉൾവിളി നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകാൻ കാരണം, തൗഹീദിലേക്കുള്ള ചായ്വ് നമുക്കുണ്ടാവാൻ കാരണം അത് അള്ളാഹുമായുള്ള ഈ കരാറ് കാരണമാണ്. ഈ സാക്ഷ്യം നമ്മൾ അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും അത് പറഞ്ഞത് നൊമാൻ എന്ന് പറയുന്ന അറഫ ദിവസമാണ് എന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അറഫ എന്ന് പറഞ്ഞ ഒരു സ്ഥലം മാത്രമല്ല, സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല നമ്മൾ അറഫയെ മനസ്സിലാക്കേണ്ടത്. അറഫ എന്ന് പറഞ്ഞാൽ ഒരു കാലം കൂടിയാണ്. കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ അറഫ എന്ന് പറയുന്നത്. കേവലം ഭൂമികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല. അറഫയുമായി ബന്ധപ്പെട്ട ആ ദിവസങ്ങൾക്കൊക്കെ അത്ര പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരം, ഈ ലോകത്തോട് മുഴുവനുള്ള അള്ളാഹുവിൻ്റെ സംസാരം ഇറങ്ങിയ മാസം നമുക്കെല്ലാവർക്കും അറിയാം, റമളാൻ മാസമാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സംസാരം ലൈലത്തുൽ ഖദറിൽ ഒരു രാത്രിയിൽ ഈ ഭൂമിയിലേക്ക് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി എന്ന് ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ സംസാരം, ഈ ലോകത്തോടുള്ള ഖുർആൻ ഇറങ്ങിയ മാസത്തിൻ്റെയും അതിൻ്റെ രാത്രിയുടെയും മഹത്വം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയവരാണ്. ആ ദിവസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ജീവിതം അന്ന് സജീവമാണ്, വിശ്വാസിയുടെ മനസ്സന്ന് സജീവമാണ്. എന്നാൽ അള്ളാഹുമായി നേരിട്ട് നമ്മൾ സംസാരിച്ച ആ ദിവസങ്ങൾ, ആ ദിവസം എന്ന് വെച്ചാൽ അറഫ ദിവസം അല്ലെങ്കിൽ അതുമായി അനുബന്ധമായ ദിവസം, അതിൻ്റെ പ്രാധാന്യം എത്രയായിരിക്കും? അതിനേക്കാൾ പ്രാധാന്യം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ദിവസങ്ങൾ, രാത്രിയല്ല ദിവസങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ കടന്നു വരാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഫ്ളലുൽ ലയാലി അശ്റുൽ അവാഖിരി മിന റമളാൻ, റമളാൻ മാസത്തിലെ രാത്രികളാണ്, അതും അവസാനത്തെ 10 രാത്രികളാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രാത്രികൾ. എന്നാൽ അഫ്ളലുൽ അയ്യാം അശ്റു ദിൽ ഹജ്ജ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്, പകലുകൾ എന്ന് പറയുന്നത്, അത് അറഫ ദിവസത്തിലെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം. ആ 10 ദിവസം എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ളതാണ്. ഈദുൽ അദ്ഹ ഉൾപ്പെടെയുള്ള ആ 10 ദിവസം അത് അത്രയും പ്രാധാന്യമാണ് എന്ന് പറഞ്ഞാൽ റമളാനിൻ്റെ പകലുകൾക്ക് എത്ര പ്രാധാന്യമുണ്ടോ അതിനേക്കാൾ പ്രാധാന്യം യഥാർത്ഥത്തിൽ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസത്തിലെ പകലുകൾക്കുണ്ട് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൻ്റെ ആകത്തുകയായി കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അലമൽ അയ്യാമി അൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്തരമായ ദിവസം എന്ന് പറഞ്ഞാൽ അത് യൗമുൻ നഹറാണ്. ഈദുൽ അദ്ഹയുടെ ദിവസം ദുൽഹിജ്ജ 10 ആണ് ഏറ്റവും ശ്രേഷ്ഠം. പിന്നീട് നബി പറഞ്ഞ ഹദീസുകൾ നോക്കുമ്പോൾ 2 രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സുമ്മ യൗമ അറഫ, ശേഷം അറഫ ദിവസമാണ് അഥവാ ദുൽഹിജ്ജ 9 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അത്രയും ശ്രേഷ്ഠത ആ ദിവസത്തിന് വരാൻ കാരണം ആയിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുന്നത്, അന്നാണ് നമ്മൾ ആ സാക്ഷ്യം വഹിച്ചത്.
എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ് എന്ന സാക്ഷ്യം നമ്മൾ വഹിച്ച ദിവസമാണത്. അതുകൊണ്ട് തന്നെ അതിനത്രയും പ്രാധാന്യം നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ട്. ഇനി വരുന്നത് ഇപ്പോൾ ദുൽഖഅദ അവസാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ദുൽഹിജ്ജ മാസം തുടങ്ങുന്നതോടുകൂടി റമളാനെ എത്രത്തോളം ഊഷ്മളതയോടുകൂടി നമ്മൾ സ്വീകരിച്ചോ അതുപോലെ ആവേശത്തോടുകൂടി നമ്മൾ സ്വീകരിക്കേണ്ട 10 ദിവസങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാമിൻ അയ്യാം, ഒരു ദിവസവുമില്ല, അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ, ഈ 10 ദിവസത്തേക്കാൾ നന്മകൾ ചെയ്താൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത്രയും ഇഷ്ടമുള്ള മറ്റു ദിവസം വരാനില്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ ഈ കൊല്ലത്തിലെ ഈ 10 ദിവസം, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസം നിങ്ങൾ ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും, അത് ദിക്റാകാം, ദുആയാകാം, പിന്നെ ഹജ്ജാകാം, ഉളഹിയ്യത്താകാം, അതുപോലെ നോമ്പാകാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസമാണ്, ഇഷ്ടമുള്ള ദിവസമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, ചില ആളുകൾ ചോദിച്ചു, യാ റസൂലുള്ളാ വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ പോയാലോ? ആ ജിഹാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനത്രയും ശ്രേഷ്ഠത ഉണ്ടല്ലോ, അതിനേക്കാൾ മഹത്തരമാണോ ഈ ദുൽഹിജ്ജ മാസം 10 ദിവസം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും കൂലി അന്ന് നമ്മൾ ചെയ്യുന്ന നിസ്കാരത്തിനുണ്ട്, അന്ന് നമ്മൾ നോൽക്കുന്ന നോമ്പിനുണ്ട്, അന്ന് നമ്മൾ നടത്തുന്ന ഖുർആൻ പാരായണങ്ങൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാണ്. എന്നിട്ട് നബി പറഞ്ഞു, ഇല്ല റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി വലം യർജി മിൻ ദാലിക ബിശൈ, ഒരു മനുഷ്യനൊഴികെ അയാൾ ജിഹാദിന് പോയി അയാളുടെ ധനവും ശരീരവുമായി പോയി തിരിച്ചു വന്നില്ല എന്ന് വെച്ചാൽ ഷഹീദായ വ്യക്തിക്ക് ചിലപ്പോൾ ഈ ദിവസം, ഈ വരുന്ന 10 ദിവസത്തിൽ അമല് ചെയ്യുന്നവനേക്കാൾ കൂലി ചിലപ്പോൾ കിട്ടിയേക്കാം. അതല്ലാതെ മുജാഹിദായ ജിഹാദ് ചെയ്യുന്ന വ്യക്തിക്ക് പോലും കിട്ടുന്ന പ്രതിഫലത്തേക്കാൾ പ്രതിഫലം കിട്ടാൻ ഈ 10 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, മാമിൻ അയ്യാമിൻ അലമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, മഹത്തരമായിട്ടുള്ള, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ, ഈ 10 ദിവസങ്ങളാണ്. അതുകൊണ്ട് നബി പറഞ്ഞു, ഫഅക്സിറു ഫീഹിന്ന മിനത്ത് തഹ്ലീലി വത്തഹ്മീദി വത്തസ്ബീഹി വത്തക്ബീർ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അൽഹംദുലില്ലാ എന്ന് ചൊല്ലുന്നത്, സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നത്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നതൊക്കെ അധികരിപ്പിക്കുക, പരമാവധി അമലുകൾ ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് ഇതിൽ പരിമിതപ്പെടുത്തേണ്ടതില്ല. നമ്മൾക്ക് എന്തൊക്കെ അമലുകൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാം, അതിൻ്റെ ഖത്മ് നമുക്ക് തീർക്കാം. നമുക്ക് നോമ്പ് നോൽക്കണമെങ്കിൽ ഈ 9 ദിവസവും നോമ്പ് നോൽക്കാൻ, യൗമുൻ നഹർ അല്ലാത്ത ദിവസം നമുക്ക് നോമ്പ് നോൽക്കാം. ഇതിനൊക്കെ അങ്ങേയറ്റത്തെ പ്രതിഫലം മൊത്തത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. മാമിൻ യൗമിൻ അക്സറു മിൻ അയ്യഅതിക ഫീഹി അബ്ദൻ മിനൻ നാരി യൗമ അറഫ, അറഫാ ദിവസം നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ അമലുകൾക്ക് കുറച്ചും കൂടി പ്രതിഫലം. ഈ 10 ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് 9ഉം 10ഉം എന്ന് പറയുന്ന ദിവസം. ഈ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു വർഷം നമ്മൾ ജീവിക്കുമ്പോൾ ആ വർഷത്തിൽ നമുക്ക് അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ട, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ ദിവസമാണ് ആ യൗമുൽ അദ്ഹ എന്ന് പറയുന്നത്. ആ ദിവസം നമ്മൾ ആഘോഷങ്ങളിൽ വേണ്ടാത്തരങ്ങളിലേക്ക് പോയി നമ്മൾ ആ ദിവസത്തിൻ്റെ മഹത്വം തിരിച്ചറിയാതെ പോവാണ്. അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ പറയുന്നത്. അയ്യഅതികല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ, അന്നേ ദിവസം, അറഫാ ദിവസത്തേക്കാൾ കൂടുതൽ നരകത്തിൽ നിന്ന് അള്ളാഹു മറ്റു മനുഷ്യരെ മോചിപ്പിക്കുന്നില്ല മറ്റൊരു ദിവസവും. എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അന്ന് നമ്മൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് നമ്മൾക്ക് നരകത്തിൽ നിന്ന് മോചനം നേടാം. അത്രയും പ്രധാനപ്പെട്ട ദിവസമാണ് അത് എന്നുള്ളതാണ്. വഇന്നഹു ലയദ്നു സുമ്മ യുബാഹി ബിഹിൽ മലായിക ഫയഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആ ദിവസം പറയുമെന്നാണ് പറയുന്നത്, മാ അറാദ ഹഉലാ, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, എൻ്റെ അടിമകൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതവർക്ക് നൽകുക. അവർ നരകത്തിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കുകയാണെങ്കിൽ ആ നരകമോചനം അവർക്ക് നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമെന്നാണ്, അവരെ നരകത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറയുമെന്നാണ്.
എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അന്ന് നമ്മളെന്താ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ മനസ്ഥിതി എന്താണ്, അന്ന് നമ്മൾ എന്ത് മനസ്ഥിതിയോടുകൂടിയാണ് ആ ദിവസങ്ങളെ 9ഉം 10ഉം ദുൽഹിജ്ജ മാസത്തിലെ തുടക്കത്തിലെ 10 ദിവസവും നമ്മൾ ഏത് മനസ്ഥിതിയോടുകൂടിയാണ് നിൽക്കുന്നത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക. നമ്മൾ ഈ ബോധമൊന്നുമില്ലാതെയാണ് നടക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഓഫർ പറയുന്ന സമയത്ത് നമ്മളതിൽ പെടൂല. അതുകൊണ്ട് നമ്മളുടെ മനസ്ഥിതി വളരെ എങ്ങനെയാണോ നമ്മൾ റമളാനിലെ അവസാനത്തെ 10 കണ്ടത്, ആ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ട ദിവസങ്ങളാണ് വരുന്നത്, പകലുകളാണ് വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ ദിവസത്തിലെ നോമ്പിനെ പറ്റി പറഞ്ഞു, യുക്കഫിറു സനത്തൽ മാദിയ വൽ സനത്തൽ കാബില. വരുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞു പോയൊരു വർഷത്തെയും പാപങ്ങൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അങ്ങനെയുള്ള ഒരു നോമ്പുകളാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. അറഫ ദിവസത്തെ നോമ്പ് നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. എത്രയൊക്കെ ഈ 10 ദിവസം നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം, അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമാക്കിയ ദിവസം, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നമുക്ക് നന്ദി ചെയ്യാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ കാര്യമുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് തന്നെ ഇറക്കി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്, അൽ കൗസർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൂറത്ത്. അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹ് ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങളെ പറ്റിയാണ് അവിടെ പറയുന്നത് ആ സൂറത്തിൽ. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നിനക്ക് നാം കൗസർ ഇറക്കി. അതിന് 2 വ്യാഖ്യാനങ്ങൾ പറയാം. ഒന്ന്, ഹൗലുൽ കൗസർ എന്ന് പറയുന്ന ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൗസർ കൊടുത്തു എന്നുള്ളത്. ആ ഹൗലിൽ നിന്ന് അനുയായികൾക്കെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ കോരിക്കൊടുക്കും. വലിയ അനുഗ്രഹമാണ്, അള്ളാഹു നൽകിയ വലിയ പദവിയാണ്. അതിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യൻ പിന്നീട് ദാഹിക്കുകയേയില്ല. ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളും ക്ഷീണങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം മാറിക്കിട്ടും. അങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുക. അപ്പം സ്വർഗത്തിൽ പോകുന്നവർക്കുള്ള വെള്ളം കോരിക്കൊടുക്കുന്ന ആ ഒരു വലിയ അനുഗ്രഹം, അതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. രണ്ടാമത്തത്, പ്രവാചകന്റെ ജീവിതം മുഴുവൻ ആത്മീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയ നബിയോട് അള്ള പറയുന്നത് എന്താ? ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. 2 കാര്യങ്ങളാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നീ 2 കാര്യങ്ങൾ ചെയ്യണം. അതിലൊന്ന് ഫസ്വല്ലി ലിറബ്ബിക, നിന്റെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറം നമുക്ക് അള്ളാഹുവിനൊരു നന്ദി അർപ്പിക്കാൻ വേറെ ഇബാദത്തില്ല. അത്രയും വലിയ ഇബാദത്താണ്. അതിനുശേഷം അള്ളാഹു പറയാണ് വൻഹർ, നീ ബലി അർപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഉളുഹിയ്യത്ത് അർക്കുക. അള്ളാഹ്ക്ക് നമുക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്ദിയാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. നമുക്കൊക്കെ സമ്പാദ്യവും ജീവിക്കാനുള്ള വകയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് വിശാലത നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ, അള്ളാഹു പറയാണ് അതിനുള്ള നന്ദി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ടത്. ഒന്ന് നിസ്കാരം, മറ്റൊന്ന് നഹർ ഉളുഹിയ്യത്ത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, മൻ വജദ സഅതൻ ഫലം യുളഹി, ഒരു മനുഷ്യന് സാമ്പത്തികമായി വിശാലതൊക്കെ കിട്ടി, എന്നിട്ട് ഫലം യുളഹി, അവൻ ഉളുഹിയ്യത്ത് അറക്കുന്നില്ല എങ്കിൽ ഫലം യഖറബന്ന മുസല്ലാന, ഞങ്ങളുടെ മുസല്ലയിലേക്ക് അവൻ അടുക്കേണ്ടതില്ല, വരേണ്ടതില്ല എന്നല്ല, അവിടേക്ക് അടുക്കേണ്ടതില്ല. അത്രയും വലിയ ഒരു നന്ദികേടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉളുഹിയ്യത്ത് അറക്കാനുള്ള സമ്പാദ്യം ഉണ്ടായിട്ടും അത് ഒരു പ്രാധാന്യം നൽകാതെ, അതിനൊരു പ്രാധാന്യം കൽപ്പിക്കാതെ ജീവിക്കുക എന്നുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. സഹോദരന്മാരെ, ഈ വരുന്ന 10 ദിവസം, പ്രത്യേകിച്ചും അറഫ ദിവസവും അതുപോലെ തന്നെ അതിൻ്റെ പിറ്റേ ദിവസമായ പെരുന്നാൾ ദിവസമൊക്കെ നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയരുത്. വെക്കേഷനാണ് എന്ന് നമുക്കറിയാം. ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുൽഹിജ്ജ മാസം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് തന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. ഈ വെക്കേഷന് കുട്ടികളുണ്ടെങ്കിൽ അവരോട് പറയുക, നമ്മൾക്ക് ഒഴിവുണ്ടെങ്കിൽ നമ്മളും ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആഇ ദുആ യൗമ അറഫ, പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ അറഫ ദിവസത്തെ പ്രാർത്ഥനയാണ്. അഫ്ളലു ദുആഇ ദുആ യൗമ അറഫ എന്നും മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനകൾ അത് നമുക്ക് നടത്താൻ പറ്റുന്ന ആ ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. അറഫ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസം ഒരുപാട് പ്രാർത്ഥിക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു, വഖൈറു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
വേറെ റിവായത്തുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതായിട്ട് കാണാം. എന്തിനാണ് പ്രവാചകൻ അറഫാ ദിവസത്തിലെ പ്രാർത്ഥന പറഞ്ഞിട്ട് അതിനത്രയും ശ്രേഷ്ഠത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏറ്റവും എൻ്റെ അമ്പിയാക്കളും ഞാനും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വാചകം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് എന്തിനു പറഞ്ഞു? അതിന് കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കേവലം ഒരു പ്രഖ്യാപനം മാത്രമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്, അതൊരു ദിക്റാണ്. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമ്മൾ ഈ വരുന്ന 10 ദിവസവും അറഫാ ദിവസവും പെരുന്നാൾ ദിവസവും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് നമ്മൾ അധികരിപ്പിക്കുക. അതിൻ്റെ ഒപ്പം വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറയുന്ന ആ ദിക്റും നമുക്ക് ആഡ് ചെയ്യാം. അല്ലാതെയും നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. പ്രാർത്ഥനയിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ചൊല്ലുക. പ്രാർത്ഥന സജീവമാക്കുക. ഈ വരുന്ന ദിവസങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു എന്ന് സ്വഹാബികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രവാചകൻ എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത്? റഫഅ യദൈഹി യദ്ഉ ഫി അറഫാ ദിവസം അദ്ദേഹം കൈ ഇങ്ങനെ പൊക്കിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് ഏകദേശം ആ ഹദീസിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിൽ നമ്മൾ കാണുന്നത് ളുഹർ മുതൽ മഗ്രിബ് വരെ പ്രവാചകൻ അറഫാ ദിവസം ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്വഹാബികളെല്ലാവരും നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും കാൺകെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു റിദ്ഫി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അറഫാത്ത്. പ്രവാചകൻ ഇങ്ങനെ ഒരു ഒട്ടകപ്പുറത്ത് ഇരുന്നിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കൈ പൊക്കിയിട്ട്. അപ്പോൾ പ്രവാചകൻ്റെ പിന്നിൽ ഞാനുണ്ട് ആ ഒട്ടകപ്പുറത്ത്. ഫറഫഅ യദൈഹി യദ്ഉ. പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എത്ര മണിക്കൂറാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അസ്ർ കഴിഞ്ഞ് മഗ്രിബ് വരെ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഫമാലത്ത് ബിഹി നാഖത്തുഹു, അദ്ദേഹത്തിൻ്റെ ഒട്ടകം ഇങ്ങനെ ചെരിയാൻ പോയി എന്നാണ്. ഒട്ടകത്തിന് പ്രവാചകൻ എന്ന പ്രവാചകത്വത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ കരുത്തും മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള കരുത്തും രണ്ടും വെച്ച് നോക്കുമ്പോൾ അത്രയും പ്രാർത്ഥനയും ഇബാദത്തും ചെയ്യാൻ പ്രവാചകന് സാധിച്ചിരുന്നു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ദൈർഘ്യം കാരണം ആ ഒട്ടകം ചെരിഞ്ഞുപോയി എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ മൂക്ക് കയർ പിടിച്ചു. ഫതനാവലൽ ഖിത്വാം ബിഇഹ്ദാ യദൈഹി, ഒരു കൈ കൊണ്ട് മൂക്ക് കയർ പിടിച്ചു, മറ്റേ കൈ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പ്രവാചകൻ നിർത്തിയില്ല, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ചില സ്വഹാബികൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് അന്ന് നോമ്പ് എടുക്കണോ? പ്രവാചകൻ ഒരൊറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, അപ്പം അതിൻ്റെ കർമ്മശാസ്ത്രം അറിയണമായിരുന്നു. അവർ വിചാരിക്കുന്നത് അറഫാ ദിവസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഹാജിമാർക്കും കൂടി ഉണ്ടോയെന്നാണ്. അപ്പോൾ പ്രവാചകനോട് അത് ചോദിക്കാൻ പറ്റുന്നില്ല, കാരണം മുറിയാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ. അപ്പം മൈമൂന റളിയല്ലാഹു അൻഹയ്ക്ക് ഇത് മനസ്സിലായി. അവർ ഒരു പാത്രത്തിൽ പാലെടുത്തിട്ട് പ്രവാചകന് കൊടുക്കാൻ വേണ്ടി കൊടുത്തയച്ചു. ആ പാത്രം ഇങ്ങനെ എത്തിയപ്പോൾ പ്രവാചകൻ പ്രാർത്ഥനക്കിടയിൽ ഈ പാല് എടുത്തുകൊണ്ട് അത് കുടിച്ചു. എന്നിട്ട് വീണ്ടും പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ സ്വഹാബികൾക്ക് മനസ്സിലായി, അറഫാ ദിവസത്തെ നോമ്പ് ഹാജിമാർക്കില്ല, അത് ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്കാണ് എന്നുള്ളത് മനസ്സിലായി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത്രയും ദീർഘമായി മുറിയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. സഹോദരന്മാരെ, നമുക്ക് എന്നെങ്കിലും ഇതിൻ്റെ ഈ ഒരു പ്രാർത്ഥനയുടെ പ്രാധാന്യം, ഇത്രയും ഗൗരവമുള്ള പ്രാധാന്യം നമ്മൾ കേട്ടിട്ടുണ്ടോ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇമാം നവവി ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് പറയാണ്, വയക്സുറു മിന തൽബിയത്തി റാഫിഅൻ സൗതഹു സുമ്മ സ്വലാത്തു അല നബി, പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. അന്ന് ഇഷ്ടം പോലെ ദിക്റുകൾ ചൊല്ലുക. ഇടക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക, ഇടക്ക് അല്ലാഹു അക്ബർ ചൊല്ലുക, ഇടക്ക് സുബ്ഹാനല്ലാഹ് ചൊല്ലുക, ഇടക്ക് ഖുർആൻ പാരായണം ചെയ്യുക, ഇടക്ക് നമസ്കരിക്കുക, സുന്നത്ത് നമസ്കരിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുക, സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വലിവാലിദൈഹി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒമശായിഖിഹി അധ്യാപകർ ഒരുപാട് ഗുണങ്ങൾ ചെയ്തു തന്ന, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന നമ്മളുടെ ഗുരുക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വ അഖാരിബിഹി നമ്മളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വ അസ്ഹാബിഹി നമ്മളുടെ പരിചയക്കാർക്കും നമ്മളുടെ ബന്ധുക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക, വ അസ്തിഖാഇഹി നമ്മളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വ അഹിബ്ബാഇഹി നമ്മളുടെ ഇഷ്ടജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വസായിരി മൻ അഹ്സന ഇലൈഹി വസായിരിൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മളോട് നന്മ ചെയ്തവരോട് പ്രാർത്ഥിക്കുക, ഇങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഇമാം നവവി എണ്ണി പറയാണ്. ഫല്യഹ്ദുർ കുല്ലൽ ഹദർ മിന തഖ്സീരി ഫി ശൈഇൻ മിൻ ഹാദാ, ഇതിലൊന്നും കുറവ് വരുത്തരുത്,
അത്രയും പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ ദിവസം നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നീട് മറ്റൊരു ദിവസത്തിലും ഈ ശ്രേഷ്ഠത പ്രാർത്ഥനക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത്. തൗബ ചെയ്യാനും അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. പ്രാർത്ഥിക്കുകയും ദിക്ർ ചൊല്ലുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കരയാൻ മറക്കരുത്. അള്ളാഹിന്റെ മുമ്പിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം നിങ്ങൾ കരയാൻ മറക്കരുത്. ആ ദിവസങ്ങളിലാണ് കണ്ണുനീരുകൾ പൊഴിക്കേണ്ടത്. ആ ദിവസങ്ങളിലാണ് വീഴ്ചകൾ വരാതെ ശ്രദ്ധിക്കേണ്ടത്. ആ ദിവസങ്ങളിലാണ് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളതെല്ലാം ചോദിക്കേണ്ടത്. അത് ദുനിയാവിന് വേണ്ടിയാകാം, ആഖിറത്തിന് വേണ്ടിയാകാം, എല്ലാം ചോദിക്കേണ്ട ദിവസമാണ് എന്ന് അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബിൽ വിശദീകരിക്കുകയാണ്. ഇത്ര പ്രാധാന്യത്തോടു കൂടി പ്രാർത്ഥനയെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നതും വിശദീകരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഫുളൈൽ ഇബ്നു അയ്യാദ് എന്ന് പറയുന്ന താബഈ പണ്ഡിതൻ, അദ്ദേഹം അറഫ ദിവസം അദ്ദേഹത്തെ കണ്ട ആളുകൾ പറയാണ്, അന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വന്നാസു യദ്ഊൻ, ആളുകളും അദ്ദേഹവും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഉമ്മ, ഒരു കുട്ടി മരിച്ച ഉമ്മയെപ്പോലെ അദ്ദേഹം കരയുന്നത് ഞങ്ങൾ കണ്ടു എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുറിഞ്ഞു പോകുന്ന രൂപത്തിൽ കരച്ചിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അസ്തമയം വരെ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അബൂ ഉബൈദ അൽ ഖവ്വാസ് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തെ കണ്ട ആളുകൾ പറയാണ്, അദ്ദേഹം തൻ്റെ താടി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു യൗമ അറഫയിൽ, അറഫ ദിവസം. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുമായിരുന്നു, യാ റബ്ബി ഖദ് കബറത് ഫഅതിഖ്നി, അല്ലാഹുവേ ഇത് കണ്ടോ, എൻ്റെ താടി നരച്ചിരിക്കുന്നു, താടി, ഞാൻ വയസ്സായിരിക്കുന്നു, നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെല്ലാവരും സജീവമാകേണ്ട പകലുകളാണ് ഈ കടന്നു വരുന്നത്. ദുൽഹിജ്ജ മാസം ആരംഭിക്കുന്നതോടുകൂടി എന്തൊക്കെ ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക, സജീവമായി ചെയ്യുക. അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഉളുഹിയ്യത്തിലും സുന്നത്ത് നമസ്കാരങ്ങളിലുമെല്ലാം ശുഷ്കാന്തി കാണിക്കുക. എന്തൊക്കെ നന്മകൾ നമുക്ക് സമ്പാദിച്ചു കൂട്ടാൻ കഴിയുമോ അതെല്ലാം സമ്പാദിച്ചു കൂട്ടേണ്ട ദിവസങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കുക. ലൈലത്തുൽ ഖദർ അടങ്ങുന്ന ആ രാത്രികൾക്ക് പ്രാധാന്യം എത്ര കൽപ്പിക്കുന്നുവോ അതുപോലെ ഇതിൻ്റെ പകലുകൾക്ക് കൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികൾ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ദുആയുടെ കാര്യത്തിൽ അറഫ ദിവസത്തെപ്പറ്റി ശ്രേഷ്ഠത പറഞ്ഞ സമയത്ത് പറഞ്ഞത്, ഏറ്റവും നമുക്ക് ചെയ്യാവുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രാർത്ഥനയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ദിക്റായി കൊണ്ട് പഠിപ്പിച്ചതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നൽ ഈമാൻ ലയഖ്ലുഫു ഫീ ജൗഫി അഹദിക്കും, നമ്മളുടെ എല്ലാവരുടെയും ഈമാൻ ഇടക്കൊക്കെ നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ നുരമ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ വസ്ത്രം നുരമ്പിക്കുന്നത് പോലെ, പഴയതാകുന്നത് പോലെ നമുക്ക് ആ നുരമ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും നമ്മുടെ ഈമാനിനെ പുതുക്കാനുള്ള മാർഗം നിങ്ങൾ അന്വേഷിക്കണം. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂൽ എങ്ങനെയാണ് ഈമാൻ നമ്മൾ പുതുക്കുക? അപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, അക്സിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ വാചകം അത് ഒരുപാട് നമ്മൾ ഉച്ചരിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു ദിക്ർ, ഒരു ദുആ അല്ലെങ്കിൽ ഒരു വാചകമാണ്. നമ്മൾ തൗഹീദിൻ്റെ ആളുകളാണ്. നമ്മൾ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലായിടത്തും പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. പക്ഷേ ജീവിതത്തിൽ അതിൻ്റെ ഉച്ചാരണവും അതിൻ്റെ ആധിക്യവും ഒക്കെ ചിലപ്പോൾ കൊഴിഞ്ഞു പോകും. നമ്മൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നുണ്ട്, അൽഹംദുലില്ലാഹ് ചൊല്ലുന്നുണ്ട്, അല്ലാഹു അക്ബർ കുറേ ചൊല്ലുന്നുണ്ട്, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ആചാരങ്ങളിൽ, കർമ്മത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന പ്രാർത്ഥന സുബ്ഹിക്ക് ശേഷം പ്രാർത്ഥിക്കരുന്നു 100 തവണ എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അത്രയും പ്രാധാന്യം പ്രവാചകൻ ഈ പ്രാർത്ഥനയ്ക്ക് നൽകിയിരുന്നു. ഖബല അയ്യുഹാല ബൈനക്കും വബൈനഹ, ഒരു മനുഷ്യന് ഇടയിൽ മരണമെത്തുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ എപ്പോഴും അധികരിപ്പിച്ചു കൊണ്ടിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരു മനുഷ്യൻ വന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ ദിക്ർ കേട്ടപ്പോൾ പറഞ്ഞു, അലൽ ഫിത്ര, അവൻ ഏറ്റവും ശുദ്ധ പ്രകൃതിയിലാണ്.
പിന്നീട് അയാൾ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഖറജത്ത് മിനന്നാർ, അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് പോകാനും ഈമാൻ അത് ശുദ്ധമാകാനും അത് പുതുക്കാനുമൊക്കെയുള്ള മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് ജീവിക്കുന്ന, അത് നമ്മളുടെ പ്രാർത്ഥനകളിലും ദുആകളിലും ദിക്റുകളിലും എല്ലാം അധികരിപ്പിക്കുന്ന വിശ്വാസികളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യം പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബർക്കത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിർമ്മാണവും പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.